എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. അങ്ങനെ ഹിജാബ് വിവാദം ഹൈക്കോടതി തീർപ്പാക്കിയിരിക്കുന്നു. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു പ്രശ്നമാണ് ഹിജാബ് വിവാദം. അത് കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമല്ല, നാഷണൽ മീഡിയയും അതോടൊപ്പം ഇൻ്റർനാഷണൽ മീഡിയയും ഏറ്റുപിടിച്ച ഈ പ്രശ്നം വലിയ വിവാദങ്ങൾക്ക് തന്നെ വഴിവെക്കുവാനായിട്ടിടയായിത്തീർന്നു. എറണാകുളത്തെ പള്ളുരുത്തിയിൽ സെൻറ്റ് റീത്ത സ്കൂളിൽ ഒരു പെൺകുട്ടി ഹിജാബ് ധരിച്ചു വന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നം ആരംഭിക്കുന്നത്. എന്നാൽ സ്കൂൾ മാനേജ്മെൻറ്റ് ഇങ്ങനെ ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിൽ വരാൻ കഴിയില്ല എന്നൊരു നിലപാടെടുത്തോടുകൂടി ഇത് വലിയ വിവാദമായി. അത് വലിയൊരു സ്പർദ്ധയായി തന്നെ, രണ്ട് മതങ്ങൾ തമ്മിലുള്ള ഒരു വലിയ സ്പർദ്ധയായി തന്നെ അത് മാറുവാനായിട്ടിടയായിത്തീർന്നു. എന്നാൽ സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഹിജാബ് ധരിക്കാൻ സ്കൂളിൽ നിലവിൽ അനുവാദമില്ല, സ്കൂളിൻ്റെ നിയമം അനുസരിച്ച് ആണ് ഇവിടെ കുട്ടികൾ പഠിക്കേണ്ടത് എന്നുള്ള ഉറച്ച നിലപാടെടുക്കുകയും ആ നിലപാടിൽ പല മുസ്ലിം സംഘടനകൾ വിമർശിക്കുകയും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് സെൻറ്റ് റീത്ത സ്കൂളിലെ പ്രിൻസിപ്പാളിന് വലിയ സൈബർ ആക്രമണം ഉണ്ടാകുവാനായിട്ടിടയായിത്തീർന്നു. അതോടൊപ്പം സമൂഹത്തിൽ വിവിധ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുവാനായിട്ടിടയായിത്തീർന്നു. ചില ദിവസങ്ങളായിട്ട് ഈ ഒരു ന്യൂസായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. അതുമാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് പല ആളുകളും ഹിജാബിൻ്റെ ആരംഭം എങ്ങനെയാണ് ഹിജാബ് ധരിക്കുവാൻ ആരംഭിച്ചത്, ഇതിൻ്റെ ചരിത്രം എന്താണ്, ഇതിൻ്റെ പശ്ചാത്തലം എന്താണ്, ഇതൊക്കെയും സമൂഹത്തിൽ യൂട്യൂബിലൂടെയും മറ്റ് TV ചാനലിലൂടെയൊക്കെയും വരുവാനായിട്ടിടയായിത്തീർന്നു. എന്നാൽ ഇത് ക്രൈസ്തവ സഭയുടെ മേലുള്ള, അല്ലെങ്കിൽ ക്രൈസ്തവ സഭയുടെ സ്ഥാപനങ്ങൾക്ക് മേലുള്ള ഒരു വലിയ കടന്നുകയറ്റമാണ് ഇത്തരത്തിലുള്ള പ്രവണതകളെന്ന് ക്രൈസ്തവ സംഘടനകളും മറ്റ് ഇതര വിഭാഗങ്ങളും ആരോപിക്കുകയുണ്ടായി. എന്നാൽ ഈ പെൺകുട്ടിയെ മുൻനിർത്തിക്കൊണ്ട് ചില രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ രാഷ്ട്രീയ ഉദ്ദേശത്തിന് വേണ്ടി യാണ് ഈ ബോധപൂർവം ഈ ഹിജാബ് വിവാദം ഉണ്ടാക്കിയത് എന്നുള്ള പ്രചാരണവും വരുവാനായിട്ടിടയായിത്തീർന്നു. ഇത് ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങളുടെ ഇടയിൽ ഒരു വലിയ പ്രശ്നമായി തന്നെ ഇത് മാറിയ ഒരു പ്രശ്നമാണ്. എന്തായാലും ഈ ഹിജാബ് വിവാദത്തിന് ഒരു തീരുമാനമായിരിക്കുന്നു. ഇന്ന് ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ എന്താണ് കുട്ടിയുടെ സ്റ്റാൻഡ്, നിലപാടെന്താണെന്ന് ചോദിച്ചപ്പോൾ കുട്ടിയുടെ രക്ഷകർത്താവ് തുറന്നു പറഞ്ഞു, ആ സ്കൂളിൽ എൻ്റെ കുട്ടിയെ പഠിപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതോടുകൂടി ആ പ്രശ്നം അവിടെ തീരുകയാണ്. കുട്ടിയെ ആ സ്കൂളിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചപ്പോൾ ഇനി ഈ വിഷയത്തെക്കുറിച്ച് വിവാദമുണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത്. എന്നാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സ്കൂളിൻ്റെ നിയമം അനുസരിച്ച് പഠിപ്പിക്കാൻ പറ്റുന്നവർ മാത്രം പഠിച്ചാൽ മതി എന്നുള്ള ഒരു നിലപാടും ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം ആ സ്കൂളിൻ്റെ നിയമം അനുസരിച്ച് മുമ്പോട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് കുട്ടിയുടെ രക്ഷകർത്താവ് പറഞ്ഞപ്പോൾ കുട്ടിയെ സ്കൂളിൽ നിന്ന് മാറ്റാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞതോടുകൂടി ആ വിവാദം അവിടെ അവസാനിച്ചു. അപ്പോഴും ആരുടെ ഭാഗത്താണ് വിജയം, ആരുടെ ഭാഗത്താണ് പരാജയം എന്ന് ചർച്ച ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി ഇതിൻ്റെ അകത്ത് ഒരു പ്രശ്ന പരിഹാരം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതുമാത്രമല്ല, ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരും മുസ്ലിം മേലധ്യക്ഷന്മാരും തമ്മിലുള്ള ഒരു വലിയ പ്രശ്നവും ഇതിൻ്റെ പിന്നിൽ ഉരുത്തിരിയുവാനായിട്ടിടയായിത്തീർന്നു. ഒരു ക്രിസ്ത്യൻ മുസ്ലിം ധ്രുവീകരണം ഇതിൻ്റെ അകത്ത് ഉണ്ടാകുവാനായിട്ടിടയായിത്തീർന്നു. എന്തായാലും നമ്മൾ നോക്കുമ്പോൾ ഒരു സ്കൂളിന്, ഒരു മാനേജ്മെൻറ്റിന് അവർക്ക് അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് ഉറക്കെ പ്രഖ്യാപിക്കുന്നതാണ് ഈ ഒരു തീരുമാനത്തിലൂടെ പുറത്തു വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്തായാലും ഈ ദിവസങ്ങളിലുണ്ടായ ഈ വലിയ വിവാദത്തിന് ഏതാണ്ട് ഒരു പരിഹാരമായിരിക്കുന്നു. ഇനി ഇത് കുട്ടി സ്കൂളിൽ നിന്ന് TC വാങ്ങി മറ്റ് സ്കൂളിലേക്ക് പോകും. അതോടൊപ്പം ഇസ്ലാം മത സംഘടനകളിലുള്ള ആളുകൾ ഇത് ഏത് രീതിയിൽ ഇതിനെ നോക്കി കാണുമെന്നോ
അവരിനി ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നോ നമുക്ക് പറയാനായിട്ട് സാധ്യമല്ല. ഇനി ഈ പ്രശ്നം ഇവിടെ തീർന്ന സ്ഥിതിക്ക് ഇനി പുതിയ വിവാദങ്ങൾ എന്താണ് ഇതിൻ്റെ പിന്നിൽ ഉണ്ടാകാനിരിക്കുന്നത് എന്നുള്ളതും നാം നോക്കിക്കാണേണ്ടതായിട്ട് ഇരിക്കുന്നു.